ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ അയൽക്കാരായ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തകർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ടീം ഇന്ത്യയുടെ ജയം. വിരാട് കോഹ്ലിക്ക് ഈ കളിയിലും ബാറ്റിംഗിൽ തിളങ്ങാനായില്ല. 22 റൺസ് മാത്രമെടുത്താണ് കോഹ്ലി പുറത്തായത്. എന്നാൽ ബാറ്റ് കൊണ്ട് തിളങ്ങാനായില്ലെങ്കിലും മറ്റൊരു കിടിലൻ റെക്കോർഡ് സ്വന്തമാക്കിയാണ് ഈ കളിയിൽ നിന്ന് കോഹ്ലി മടങ്ങുന്നത്. മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് ഷമിയുടെ പന്തിൽ ബംഗ്ലാദേശ് ബാറ്റർ ജേക്കർ അലിയെ ക്യാച്ചെടുത്ത് പുറത്താക്കിയത് കോഹ്ലിയായിരുന്നു. കോഹ്ലിയുടെ ഏകദിന കരിയറിലെ 156ാമത്തെ ക്യാച്ചായിരുന്നു ഇത്. ഇതോടെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന ഇന്ത്യൻ ഫീൽഡർ എന്ന റെക്കോർഡിൽ മുഹമ്മദ് അസ്റുദ്ദീനൊപ്പം എത്താൻ കോഹ്ലിക്കായിട്ടുണ്ട്. ഇന്ത്യൻ ഇതിഹാസം അസ്റുദ്ദീൻ 25 വർഷങ്ങൾക്ക് മുമ്പാണ് 156 ക്യാച്ചുകൾ ഏകദിന ക്രിക്കറ്റിൽ തികച്ചത്. നിലവിൽ 156 ക്യാച്ചുകളുമായി ഈ നേട്ടത്തിൽ അസ്റുദ്ദീന് ഒപ്പം നിൽക്കുന്ന കോഹ്ലിക്ക് ഒരു ക്യാച്ച് കൂടി നേടാനായാൽ ഈ റെക്കോർഡിൽ ഒറ്റയ്ക്ക് ഒന്നാമനാവാം. അധികം വൈകാതെ ഇത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. ഏകദിന ക്രിക്കറ്റിൽ കൂടുതൽ ക്യാച്ചുകൾ നേടിയ ഇന്ത്യക്കാരിൽ കോഹ്ലിക്കും അസ്റിനും പിന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 140 ക്യാച്ചുകളാണ് ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടം. രാഹുൽ ദ്രാവിഡ് 124 ക്യാച്ചുകളും സുരേഷ് റൈന 102 ക്യാച്ചുകളും നേടിയിട്ടുണ്ട്. റെക്കോർഡ് നേടിയെങ്കിലും കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ആരാധകർ ഹാപ്പിയല്ല. കോഹ്ലിയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഒരു മോശം ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇത്. കോഹ്ലി ഒരിക്കൽ കൂടി ഒരു സ്പിന്നർക്ക്, അതും ലെഗ് സ്പിന്നർക്ക് മുന്നിൽ പുറത്തായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബംഗ്ലാദേശിന്റെ വലങ്കയ്യൻ സ്പിന്നറായ റിഷാദ് ഹൊസൈന് മുന്നിലാണ് ആദ്യ കളിയിൽ കോഹ്ലി വീണത്. സ്പിന്നർമാർക്കെതിരെ കോഹ്ലി പതറുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പതിവ് കാഴ്ചയാണ്. പ്രത്യേകിച്ച് ലെഗ് സ്പിന്നർമാർക്കെതിരെ താരത്തിന്റെ റെക്കോർഡ് ഇപ്പോൾ വളരെ മോശമാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ ആദിൽ റഷീദിനെതിരെയും ശ്രീലങ്കൻ പര്യടനത്തിനിടെ അവരുടെ സ്പിന്നർമാർക്കെതിരെയും കോഹ്ലി പതറിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിലും സ്പിന്നർക്കെതിരെ പതറിയ കോഹ്ലി തിളങ്ങാനാകാതെ പുറത്തായതോടെ ആരാധകർ നിരാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി പാകിസ്ഥാൻ, ന്യൂസിലൻഡ് ടീമുകൾക്കെതിരായ കടുത്ത മത്സരങ്ങളാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത്. സ്പിന്നർമാർക്കെതിരെ കളിക്കുമ്പോഴുള്ള പ്രശ്നം പരിഹരിച്ച ഈ മത്സരങ്ങളിൽ കോഹ്ലി ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ത്യക്കെതിരെ നടന്ന കളിയിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 278 റൺസാണ് നേടിയത്. ഒരു ഘട്ടത്തിൽ 5 വിക്കറ്റിന് 35 എന്ന നിലയിൽ തകർന്ന ബംഗ്ലാദേശിനെ തൗഹിദ് ഹൃദോയും ജേക്കർ അലിയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് മാന്യമായ സ്കോറിലേക്ക് നയിച്ചത്. ഹൃദോയ് 100 റൺസും അലി 68 റൺസും നേടി. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 5 വിക്കറ്റുകളും ഹർഷിദ് റാണ 3 വിക്കറ്റുകളും സ്വന്തമാക്കി. 229 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ 6 വിക്കറ്റ് ജയത്തിലേക്ക് കുതിച്ചു. ഗിൽ 101 റൺസുമായും KL രാഹുൽ 41 റൺസുമായും പുറത്താകാതെ നിന്നു. 41 റൺസ് എടുത്ത രോഹിത് ശർമ്മയും ഇന്ത്യൻ ബാറ്റിംഗിൽ തിളങ്ങിയിരുന്നു.